ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, ഡിന്നറായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടോ ഒക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പലഹാരം റവ വെച്ചിട്ടാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളം ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഏത് കപ്പിലാണോ വെള്ളം ഒഴിച്ചത് അതേ അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ കപ്പിൽ റവ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതേ കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. ഇനി വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അത് നന്നായിട്ട് തന്നെ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കറക്റ്റ് അളവിൽ തന്നെ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്നും കട്ട പിടിക്കാതെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു സ്പൂൺ അളവിൽ കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ കുറഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് റവ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇത് റവ ഒഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വെക്കുക കേട്ടോ. അതിനുശേഷം മാത്രം റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ആ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ. റവയിൽ നന്നായിട്ട് തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ പിടിക്കും. അതുകൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വറ്റി വരും. ഇത് ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ ഒന്ന് വേവിച്ചെടുത്തിരുന്നാൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളും വെള്ളത്തിൽ തന്നെ ചേർക്കുക. റവ ചേർത്തതിന് ശേഷം ഒന്നും തന്നെ ചേർക്കരുത്, എങ്കിൽ എല്ലായിടത്തും നന്നായിട്ട് അത് കിട്ടത്തില്ല കേട്ടോ. അതിന് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ ജീരകമാണ് കേട്ടോ. ഇനി ചേർക്കുന്നത് സവാളയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അഥവാ തക്കാളി ഇല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കുക. ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ് ഈ ഒരു പലഹാരത്തിന്. ഇനി ഇല്ലെങ്കിൽ മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. പകരം നിങ്ങൾക്ക് ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം, ക്യാബേജ് ചേർത്ത് കൊടുക്കാം, ക്യാരറ്റ് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നാരങ്ങ നീരോ ഡ്രൈ മാംഗോ പൗഡറോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഗരം മസാല വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതിവിടെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ റവ നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ ഒന്ന് നനച്ച് കൊടുക്കാം കേട്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ബോളാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് ഈ ഒരു ഷേപ്പിൽ
ബോളാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇനി കൈയൊക്കെ നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഓരോ ബോൾസായിട്ട് എടുക്കാം. ഒരുപാട് വലിപ്പത്തിൽ എടുക്കരുത്, അതുപോലെ തീരെ ചെറുതായിട്ടും എടുക്കരുത് കേട്ടോ. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, മാവ് കുറഞ്ഞു പോയാൽ. സാധാരണ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുന്ന പോലെ അല്ല, റവ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കട്ടിയാകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം അളവിൽ വേണം ഇത് എടുക്കാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കുഴിവുണ്ടാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് മാത്രം ഫില്ലിങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അത് ഫില്ലിങ് കൂടിപ്പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫില്ലിങ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് കൈക്കുള്ളിൽ വെച്ച് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതിനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നിന്ന് സ്റ്റീം ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ, ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്കത് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടുന്നാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ടേക്കുക കേട്ടോ, തണുത്തതിന് ശേഷം എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിതിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേവിച്ചെടുത്തതിന് ശേഷം ആ ഒരു ടൈമിൽ നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ്. മുതിർന്നവർക്ക്, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഒരല്പം കടുകും ഒരല്പം ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വയ്ക്കുക കേട്ടോ, മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഓരോ പലഹാരം അതിലേക്ക് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും കേട്ടോ, വലിയ പാനൊക്കെ ആണെങ്കിൽ. എനിക്കിവിടെ 8 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഇപ്പോൾ ആദ്യം 4 എണ്ണം മാത്രമേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാം, എന്നിട്ട് അടുത്ത ദിവസം തയ്യാറാക്കി കൊടുക്കാം. എങ്ങനെ വേണോ ചെയ്യാം. അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് തയ്യാറാക്കിയിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ ഇതുപോലെ വേവിച്ചതിന് ശേഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം കുട്ടികൾക്ക് കഴിക്കാനും കൊടുക്കാം, ടിഫിനിലും കൊടുത്തു വിടാം. വളരെ എളുപ്പമാണത്. അപ്പോൾ ഇതിപ്പം എല്ലാം കൂടി നന്നായിട്ട് എന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു തവണ നമ്മൾ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി ഇതെല്ലാം റെഡിയാക്കിയൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് കുറച്ചും കൂടി നന്നായിട്ട് മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഫില്ലിങ്ങിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഫില്ലിംഗ് ആയിട്ട് വെക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. വെജിറ്റബിൾസോ അല്ലെങ്കിൽ എഗ്ഗോ എന്ത് വേണോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.